ഇപ്പൊ നീലാശം പച്ചക്കടൽ കണ്ടപ്പോഴാണ് നമുക്ക് ബുള്ളറ്റ് എടുത്ത് യാത്ര തോന്നിയത്. അതുപോലെ നമ്മുടെ പടം കാണുമ്പോൾ വാരണാസി പോകാൻ തോന്നുന്നു. വൈകിട്ട് പോകാൻ നേരത്ത് നമ്മൾ സ്പോട്ട് ആയിട്ട് കണ്ടിട്ട് എന്റെ ഷോർട്ട് തട്ടി ഇപ്പൊ എല്ലാം ഓക്കെ അല്ലടാ മോനെ, ആ സാധനം കിട്ടി. എവിടെയും നമ്മൾ ആ ഒരു വർക്കിംഗ് കംഫർട്ട് സോൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗഖ്യം. ഒരുപാട് ഫ്രണ്ട്സിന്റെ ആരും ഇപ്പൊ കോണാണ്, പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് എടാ ഞാൻ ഒരു പ്രശ്നത്തിലാന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഓടിയെത്തിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വെറും ലോക ഫൂട്ടേജാ തരുന്നത്, നിങ്ങൾ അതിന്റെ ഒറിജിനൽ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളൊരു മാജിക് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി കളറിസ്റ്റ് മജീഷ്യൻസ് ആണ്. ചില വാശികൾ നല്ലതാണ്, പക്ഷെ വാശി കൊണ്ട് കാര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാശി പിടിക്കാൻ പാടുള്ളൂ. വാശി പിടിച്ച ഒരു കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് വല്ല നേട്ടം ഉണ്ടാവണം. നേട്ടമില്ലെങ്കിൽ ആ വാശി കൊണ്ട് ഒരു കാര്യമില്ല. എങ്ങനെയാണ് 1000 ബേബീസിലോട്ട് എത്തിപ്പറ്റിയതെന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ ഫായിക്കയുടെ നമ്മുടെ 1000 ബേബീസിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ ബാക്കിയുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. എങ്ങനെയാണ് 1000 ബേബീസിലോട്ട് എത്തിപ്പറ്റിയതെന്ന് പറയാം. എത്തിപ്പെട്ടത് ആക്ച്വലി എന്നെ അഖിൽ ആണ് വിളിക്കുന്നത്, അഖിൽ ജോർജ്. അപ്പം അവര് ഈ പറയുന്ന പോലെ എന്നെ വിളിച്ചു പറഞ്ഞു, അവരുടെ ഒരു ഡേറ്റ് ക്ലാഷ്, ഐഡന്റിറ്റിന്റെ ഡേറ്റ് ക്ലാഷ് ഉള്ളതുകൊണ്ട് എന്നോട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് നജീമിക്കനെ കാണുന്നു. നോർമലി ഓക്കെ, ഒരു ബാക്കിട്ട് ഒരാൾ, ഒരു നല്ല രസമായിട്ടുള്ള ഒരാൾ, ഫുൾ ഭയങ്കര ടിപ് ടോപ്പ് ആയിട്ട് വന്ന ഒരാൾ, ഇങ്ങനെ നമ്മൾ കഫേയിൽ ഇരിക്കുന്നു. എൻ്റെ അടുത്ത് കഥ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഫുള്ള് ഞാനിങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റായിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല, നജീംക നമ്മളിത് ചെയ്യുന്നു. കാരണം ഞാൻ പൊതുവെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ഒന്നുകിൽ മേടിക്കും, എന്നിട്ട് പറഞ്ഞു തരാൻ പറയും. അല്ല, ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കും, എന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് തരാൻ പറയും. എന്നിട്ട് ഞാൻ പറയും ഞാൻ ഫുൾ അത് വായിക്കേണ്ടവർ ഞാൻ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടവർ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ടൈം കൊടുക്കില്ല, അന്നത്തെ ദിവസം തന്നെ വായിക്കാൻ ഇഷ്ടം. കാരണം വീട്ടിൽ ഒരുപാട് ബുക്സ് ഉണ്ട്, ഇന്നേ വരെ ഞാൻ ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ വൺ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം 3 to 4 hours വായിക്കും. ചിലപ്പം ഭയങ്കരമായ തിരക്കുണ്ടെങ്കിൽ മാത്രമേ 1 വീക്കിലൊക്കെ ആയിരിക്കും വായിക്കും, പക്ഷെ എന്നാലും ടൈമില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പം തന്നെ ഇരുന്ന് ഫുള്ളായിട്ട് വായിക്കും. ആ കഴിവ് എനിക്ക് എന്തുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ സാധാ ബുക്സ് വായിക്കാൻ പറ്റാത്ത, മേ ബി ഇൻട്രസ്റ്റും കൂടിയുണ്ട്. കാരണം സിനിമ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അത് സ്ക്രിപ്റ്റ് രൂപത്തിലാകുമ്പോൾ അപ്പം തന്നെ വായിച്ചു തീർക്കും. അപ്പം ഞാൻ വിചാരിക്കും 100 പേജിലുള്ള ബുക്സ് ഞാൻ വായിക്കില്ല, പക്ഷെ 400 പേജിലെ സ്ക്രിപ്റ്റ് വന്ന് അപ്പോൾ വായിച്ചു തീർക്കും. അത് നമുക്കൊരു ഭയങ്കര, കാരണം 10 പേജ് പോലും വായിക്കാൻ പറ്റില്ല ഒരു ബുക്ക്, പക്ഷെ സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ വായിക്കാം. അപ്പം ഞാൻ നജീംഖാൻ്റെ അടുത്ത് കൈ കൊടുത്തു, ഓക്കെ അടിച്ചു. ഞാൻ ബാക്കി എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എപ്പിസോഡൊന്നും ബാക്കി കേൾക്കേണ്ട ഇനി ഇതില്ല, കാരണം നെക്സ്റ്റ് നമുക്ക് ഇരിക്കാം, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് നോർമലി ഞാൻ ചെയ്യാറില്ല, ഞാൻ സ്ക്രിപ്റ്റും കൂടി വായിച്ചിട്ടേ ചെയ്യാറില്ല. പക്ഷെ ഗംഭീരമായിട്ടാണ്, അസാധ്യമായിട്ടാണ് അദ്ദേഹം അടുത്തത് വർണ്ണിച്ചത് പടത്തിന്. ഇന്നായി എങ്ങനെ ഞാൻ ചെയ്യാതിരിക്കും ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ്. ആ സെയിം ഫീലിംഗ് ആണ് എനിക്കിപ്പം ഈ വർഷയുടെ മറ്റേ ഇപ്പം ഇന്ദ്രചേട്ടനും അതുപോലെയുള്ള പടത്തിൽ ഫീൽ ചെയ്ത് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വർഷം ഞാൻ ചെയ്യുന്നു. ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഈ പറഞ്ഞ പോലെ അടുത്ത വലിയ പടം പിടിക്കണോ എന്നുള്ള. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ സ്ക്രിപ്റ്റ് തന്നെ അതിന് വലിയ പടം എന്നുള്ള തോന്നൽ വരുത്തിച്ചു. അപ്പം അതുകൊണ്ട് അത് ഓക്കെ അടിച്ചു. അപ്പം അതാണ്. അപ്പം 1000 ബേബീസിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന ഫസ്റ്റ് സ്ക്രിപ്റ്റ് തന്നെ ഞാൻ ലോക്കായി, ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ലോക്കായി. ഇത് പറഞ്ഞപ്പോഴാണ് ജോൺ പോൾ സാർ അല്ലേ, പുള്ളിയുടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫിലിം സ്കൂളിൽ. ഓക്കെ, പുള്ളി വന്നിരുന്ന് പുള്ളി ചെയ്ത സിനിമയുടെ ഇതുപോലെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ കംപ്ലീറ്റ് ആ മൂവി നമ്മുടെ മുന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഭയങ്കര രസമാണ് പുള്ളിയുടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക. അതാ ഇപ്പം എനിക്ക് പറഞ്ഞപ്പോൾ തോന്നിയത്. ഇനി നമ്മൾ ഇതിലോട്ട് കിടക്കാം, സിനിമാറ്റോഗ്രഫിയിൽ 1000 ബേബീസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ മറ്റേ അമ്മച്ചിങ്ങനെ തല പിടിച്ച് കരയുന്നു, നമ്മുടെ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. ഒരു പോയിന്റിൽ നമ്മുടെ ആ കംപ്ലീറ്റ് മൂഡ് മാറി കളർ ചേഞ്ച് ആയി വേറെ ഇതിലോട്ട് വരുന്നു. അതെങ്ങനെയാണ് കൺസീവ് ചെയ്തത്? അത് ആക്ച്വലി ഇത് നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, ഡയറക്ടർ ഭയങ്കര വിഷൻ ഉള്ള ഒരാൾ തന്നെയാണ്, ഭയങ്കര. അതായത് അദ്ദേഹത്തിന് ഓൾറെഡി ഇത് അറിയാമായിരുന്നു. അപ്പം ഇത് ഞാനിത് ടൂളിൽ ഇങ്ങനെയല്ലേ എന്നുള്ളത് ഇതിൽ കളർ പാലറ്റ് സെറ്റ് ചെയ്തു. കളർ പാലറ്റ് സെറ്റ് ചെയ്തിട്ട് ജിം കൊക്കി എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യം ഒറ്റ കളറിലാണ് പ്ലാൻ ചെയ്തത്. ഇതിനിടയിൽ ഈ വിഷ്വലൊക്കെ കണ്ട് ഇതിൻ്റെ ഭയങ്കര ഒരു ഭീകരത കണ്ട് ഡയറക്ടർ പറഞ്ഞു, എടാ ഈ ഒരു പോയിന്റിൽ കളർ ചേഞ്ച് ചെയ്താലോ. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ. അപ്പോൾ ആദ്യം നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലൊരു പ്ലാൻ ഉണ്ടായത്, പിന്നെ അതിനെ നമ്മൾ സെപ്പിയ ടോണിലേക്ക് പ്ലാൻ ആക്കി. അതായത് ഏതാണ് ഏറ്റവും ഉചിതം അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നല്ല, എന്നാൽ പോലും ആ ഒരു ചെറുതായിട്ടൊരു ഡീസാച്ചുറേറ്റ് ചെയ്ത ഒരു ഇതിലേക്കാണ് പ്ലാൻ ചെയ്തത്. അത് പിന്നെ സെപ്പിയ ടോണിലേക്കായി.
അത് നന്നായിട്ട് ചെയ്തു. അത് CG ടീം തന്നെയാണ് അത് ആ ഒരു ക്ലിപ്പ് മാത്രം ചെയ്തത്. പക്ഷെ ഭയങ്കര രസമായിട്ട് അത് വർക്കൗട്ടായി. അത് ഇൻ കേസ് നമ്മളത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ തിരിച്ച് പഴയ ഇതിലേക്ക് തന്നെ നോർമൽ റിവേർട്ട് ചെയ്യും. പക്ഷെ അത് ഭയങ്കര വർക്കായി. അതെനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറ്റില്ല, ഡയറക്ടറിന്റെ വിഷൻ അതിലുണ്ടായിരുന്നു കറക്റ്റായിട്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതെ അതെ അതെ, അത് ഞാനും ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ആ തോട്ട് പോയില്ലായിരുന്നു. പക്ഷെ വൺസ് അത് ആ വിഷ്വലി കണ്ട് പെട്ടെന്ന് അതിനകത്ത് പറഞ്ഞാ ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യെസ് സാധനം കൊള്ളാം, അത് മാറി. അതങ്ങനെയാണ്. അതിപ്പോ നമ്മളിപ്പോ അത് ആരാണ് ഇപ്പം എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കളറ് അല്ലെങ്കിൽ ഈ ഇത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മള് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം കളറിസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെന്നൈയിൽ ഞാനും ഡയറക്ടറും കൂടി പോകുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പോൾ ചില ഏരിയയിൽ വിഗ്നേറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി വിഗ്നേറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഡയറക്ടറോടാ നമുക്ക് ആ വിഗ്നേറ്റ് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടാ എന്ത് പറ്റി, അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. ഓക്കെ, കാരണം വെച്ചാൽ അത് പറഞ്ഞപ്പോഴേക്കും, കാരണം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വിഷ്വലി ആ ഒരു എഡ്ജൊക്കെ കറക്റ്റായിട്ട് വെച്ച് എല്ലാവരും സെന്റർ ഫോക്കസ് ചെയ്യാനാണ്. പക്ഷെ ഡയറക്ടറിന് ആ ഒരു എഡ്ജിൽ അങ്ങനെ ബ്ലാക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യും. മനസ്സിലായോ? ആ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എവിടെയും ചില വാശികൾ നല്ലതാണ്, പക്ഷെ വാശി കൊണ്ട് കാര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാശി പിടിക്കാൻ പാടുള്ളൂ. വാശി പിടിച്ച ഒരു കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് വല്ല നേട്ടം ഉണ്ടാവണം. നേട്ടമില്ലെങ്കിൽ ആ വാശി കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഓക്കെ, നല്ല ഡിസിഷനാണ്, നന്നായിട്ട് തന്നെ ചെയ്തു. ഞാൻ വിചാരിച്ചു അത് കളറിലായിരിക്കും ചിലപ്പോ ആ സംഭവം ചെയ്തിട്ടുണ്ടാവും. അല്ലല്ല, അത് ആക്ച്വൽ ഡയറക്ടറിന് പെട്ടെന്ന് തോന്നിയാണ് അവിടെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവുമോ എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ കളർ ചേഞ്ച് ചെയ്ത് നോക്കി, വർക്കായി. അപ്പൊ അതിൽ സെപ്പിയ ടോൺ കറക്റ്റായിട്ട് പിടിച്ചു. പിന്നെ ഇതൊരു കളറിസ്റ്റ് ശ്യാം ഭയങ്കര രസമായിട്ടാണ് കളർ ചെയ്തത്. അദ്ദേഹമാണ് എൻ്റെ ഈ നമ്മുടെ ക്രിസ്റ്റഫറും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര റാപ്പും ആയിരുന്നു. ഇതുപോലെ ശ്രീക്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ശ്യാമിനെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മച്ചാ എന്നാ മച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ജോലി അടിക്കും. ഞാൻ അവരും ജിമ്മിന് പോകുമ്പോൾ ഒരുമിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു, അത് എവിടെയും നമ്മൾ ആ ഒരു വർക്കിംഗ് കംഫർട്ട് സോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസം വർക്ക് ചെയ്യാൻ. ഇതുപോലെ ഞാൻ ക്രിസ്റ്റഫറിൻ്റെ സമയത്ത് എനിക്ക് ഫസ്റ്റത്തെ ഒരു 10 ദിവസം എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം മമ്മൂക്ക, വേണുകൃഷ്ണൻ സാറ്, ഉദയേട്ടൻ, ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് ഇവരൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. കാരണം ഞാനൊരു 30 വയസ്സിലവർ, അവരൊക്കെ എന്നെക്കാൾ ഒരുപാട് വയസ്സ് മൂത്ത ആൾക്കാർ, അവരൊരുപാട് എക്സ്പീരിയൻസിൽ അവരുടെ എക്സ്പീരിയൻസ് എന്നെ റെസ്പെക്ട്. കാരണം എനിക്കൊരു വലയം, ഒരു മറ്റേ എന്താ പറയാ, നമ്മള് സർക്കിളിനകത്ത് അവർ നിൽക്കുന്നു, അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഒരു ഓറ എന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നുള്ളൊരു ഫീല് വരുത്തുകയാണ്. സോ വൺസ് ഞാൻ ഓപ്പൺ ആയിട്ട് ഉണ്ണി സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനൊരു പ്രശ്നം എനിക്ക് പറ്റുന്നുണ്ട്. ഒരു 10 days ആയപ്പോഴേക്കും എനിക്ക് ഈ വൈബ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അതായത് പ്രിൻസിപ്പളും സ്റ്റുഡൻറ്റുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് സാറ് എന്നെ ബ്രോന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോനെ സുഖമില്ലടാന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കുറച്ചും കൂടി എൻ്റെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി ഇതിലേക്ക് എൻ്റെ ഒരു ഫുൾ എഫേർട്ട് ഇടാൻ പറ്റുന്നുള്ള സാധനം പറഞ്ഞു. അപ്പൊ ആദ്യം മൂപ്പര് നോക്കാം എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അന്ന് രാത്രി, അതായത് അന്നൊന്നും പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോർമലി ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ സ്റ്റുഡൻറ് പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. വൈകിട്ട് പോകാൻ നേരത്ത് നമ്മൾ സ്പോട്ട് ഇട്ട് കണ്ടിട്ട് എന്നെ ഷോർട്ട് തട്ടി, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലടാ മോനെ, ആ സാധനം കിട്ടി. നെക്സ്റ്റ് ഡേ തൊട്ട് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തു. മമ്മൂക്കാവട്ടെ എല്ലാവരുമായിട്ട് ഭയങ്കര ജെല്ല് പരിപാടി. പിന്നെ എനിക്ക് പൊതുവെ ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അതായത് ഞാൻ ഇപ്പം ഈ സംസാരിക്കുന്നത് ഈ പറയുന്ന ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടും ഇവിടെ കൂടുതൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്കറിയാത്ത ഒരു സ്ട്രേഞ്ചർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നോർമലി ഡൗൺ ആവും. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അതെന്നെ തിരിച്ച് കവറപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും. അത് പാടില്ല ആക്ച്വലി, ഒരാളും ഇൻട്രോവേർട്ട് ആവരുത്, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ മിസ്സാവുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞത് ഞാനൊരു ഗോ ഗെറ്റർ അല്ല. നമ്മുടെ E4 എന്റർടൈൻമെന്റിലെ സാരഥി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസർ. അപ്പോൾ ഞാനൊരു ഗോ ഗെറ്റർ അല്ല. അതാണ്, ഞാൻ ഒരിക്കലും ഒരു ഗോ ഗെറ്റർ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഡിലേ ആയതെന്ന് എൻ്റെ വിശ്വാസം, ഇത്രയും സിനിമയിലേക്ക് വരാനും. ഇപ്പം ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റഫർ കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം ഫുൾ കഴിഞ്ഞിട്ടാണ് 1000 Babies എടുക്കുന്നത്. 1000 Babies ഷൂട്ട് കഴിഞ്ഞിട്ടും ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു പടം എടുത്തത്. അത് ഇൻട്രോവേർട്ട് അല്ല, ബട്ട് എനിക്ക് നല്ല പടങ്ങൾ മാത്രം ചെയ്താൽ കൊള്ളാമെന്നുള്ളതുകൊണ്ട് കേൾക്കും. നമുക്ക് തന്നെ വിട്ട് കളഞ്ഞതിൽ സങ്കടം തോന്നുന്ന നിമിഷങ്ങൾ. പക്ഷെ അതൊക്കെ ഒരു മാക്സിമം ഒരു 1 hour നമ്മൾ സങ്കടപ്പെട്ട് കാര്യം വെച്ചാൽ എല്ലാം നല്ലതിനാണ്. ലൈഫിൽ എന്ത് സംഭവിക്കുന്നത് നല്ലതിനെയാണ്. ഇന്ന് എന്ത് തന്നെ ഭൂകമ്പം വന്ന് ഇടിഞ്ഞു വീണാലും നാളെ എന്തോ നല്ലത് സംഭവിക്കും, അത് ഉറപ്പാണ്. അതൊരു സാധനം ഉണ്ട് എന്തായാലും. കൊള്ളാം. ഇക്കടുത്ത് വർത്താനം പറയുമ്പോൾ ഓരോ പോയിന്റിലും
ഒരു പോസിറ്റീവ് സാധനങ്ങൾ അല്ല ആക്ച്വലി എനിക്ക് അങ്ങനെയാണ് താല്പര്യം കേട്ടോ, പോസിറ്റീവായിട്ട് ഇരിക്കുക എപ്പോഴും. ആ ഒരു തന്നെ എനിക്ക് പണ്ടേ അത് തന്നെയാണ് താല്പര്യം. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം ക്രൗഡിലേക്ക് ഇറങ്ങുക, ചുമ്മാ ലുലുമാളിൽ പോവുക, അപ്പൊ എന്താ വെച്ചാൽ നമ്മളെക്കാളും ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഒരുപാട് ഹാപ്പി ഫേസ് ഉണ്ട്. സങ്കടങ്ങൾ ആ ലുലുമാളിൽ ആരും കൊണ്ടു നടക്കാറില്ല, എല്ലാവരും ഓണാണ്. ആരാണ് ലുലുമാളിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്? ഒരാളും ഇല്ല. അവിടെ മിനിമം ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല കോസ്റ്റ്യൂം ഇട്ടിട്ടേ ഇറങ്ങുള്ളൂ ലുലുമാള്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക, അപ്പൊ അവർ ഹാപ്പി ആയിരിക്കും. അമ്യൂസ്മെന്റ് പാർക്ക് പോവുക, അവിടെ പോകുമ്പോൾ ആരാണ് സങ്കടത്തോടെ ഒരു റൈഡ് നടത്തുന്നത്? നോ. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവും നോർമലി. സോ അങ്ങനെ പോവാ. അല്ലാതെ നമ്മളിപ്പോ നേരെ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന നമ്മൾ ഏതെങ്കിലും ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു മോശം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴോട്ടേക്ക് പോകും. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു ഒരു കോളേജിന്റെ. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് ഞാൻ ആ കൊടുത്തൊരു അവർക്കൊരു എന്താ പറയാ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പാതിരാത്രി 3 മണിക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വിളിക്കണമെങ്കിൽ അപ്പം ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുക്കുക. കാരണം ഇപ്പം അത്രയും സിറ്റുവേഷനിലാണ് ആൾക്കാരെ പോകുന്നത്. അപ്പം അത് നമ്മൾ ഏത് സിറ്റുവേഷൻ, ഇപ്പം ഞാൻ പറ്റേ ഫൈനാൻഷ്യലി ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് വരാം, മെന്റലി അറ്റ്ലീസ്റ്റ് 2 വാക്ക് പറയാൻ പറ്റും. ഇപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ആരുമായിട്ട് ഇപ്പം കോൺടാക്ട്, പക്ഷേ അവരെന്നെ വിളിച്ചിട്ട് എടാ ഞാൻ ഒരു പ്രശ്നത്തിലാന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഓടിയെത്തിരിക്കും. പക്ഷെ ഞാൻ അവരോട് വിളിച്ചു ചോദിക്കാനൊന്നും പോകുന്നില്ല നിനക്ക് ഒന്നും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ബട്ട് അവരെന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ നെക്സ്റ്റ് മൊമെന്റ് അവിടെ എത്തും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു, പക്ഷെ എനിക്ക് ഈ ഇന്റർവ്യൂവിലും കൂടി ഒന്ന് പറയണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കും. അതായത് നമ്മളിപ്പോൾ 1000 ബേബീസ് കഴിയുമ്പോഴായാലും ക്രിസ്റ്റഫർ കഴിഞ്ഞപ്പോഴായാലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഏത് പടം ചെയ്യുമ്പോഴും അതൊന്നും നല്ല സക്സസ്സിലോ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല പടം ചെയ്താൽ തന്നെ മെസ്സേജ് വരും, ചേട്ടാ ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്, എനിക്ക് അസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇന്ന് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഒറ്റ മെസ്സേജ് വരും. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. മോസ്റ്റ്ലി മേ ബി ഒരു 5% ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവുക, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. എനിക്ക് തോന്നുന്നു 2000-3000 മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹായ് ബ്രോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കും, ഞാൻ റിപ്ലൈ ചെയ്യില്ല. ഹായ് ബ്രോ, ഹായ് ഇക്ക ഇത്. അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ എന്നിട്ട് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മെസ്സേജ് അയക്കുന്നുള്ളത് ഫുൾ കൊടുക്കുക. കാരണം ഒറ്റ പ്രാവശ്യം ചാൻസ് ഉള്ളൂ. ഞാനിപ്പോ ഒരാൾ ഹായ് ബ്രോ എന്ന് അടിച്ചത് വായിക്കുമ്പോ ഹായ് ബ്രോ ഇവൻ ആരാടാ, ഇവൻ എന്താടാ എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, കാരണം കോൺവോ തുടങ്ങണ്ടേ. പക്ഷെ ഒരു സമയം ഇപ്പൊ ഈ പറഞ്ഞ ഹായ് ബ്രോ ഞാൻ ഇന്ന് സ്കൂളിൽ പഠിച്ചതാണ്, ഇന്ന് ഇതാണ് എന്റെ ആഗ്രഹം, ഇതാണ് ഞാൻ ഇന്ന് ഇതാണ് സിനിമ എന്തൊരു ചാൻസ്. അപ്പൊ ഞാൻ പറയും ഐ വിൽ ലെറ്റ് യു നോ. അപ്പൊ എന്താ ചോദിക്കും, ചേട്ടൻ നമ്പർ തരാമോ? ഞാൻ ഇമ്മീഡിയറ്റ്ലി നമ്പർ കൊടുക്കും. എന്നെ ഒന്ന് കാണാന്ന് പറയും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് റീസെന്റ് ഞാനും ഒരു പയ്യൻ എന്നെ വിളിച്ച് കാണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വാ കാണാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അരവിന്ദ് അസോസിയേറ്റ് അരവിന്ദനെ കൂടി ഇരുത്തി സംസാരിച്ചു, 1 മണിക്കൂർ സംസാരിച്ചു. സന്തോഷമായില്ല അവന്. പിന്നെ അവൻ ചോദിച്ചു ഇങ്ങനെ അസിസ്റ്റന്റ് ആവും. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ അസിസ്റ്റന്റ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്തായാലും വിളിച്ചോണ്ടിരിക്കുക, മെസ്സേജ് അയച്ചോണ്ടേ ഇരിക്കുക. ചിലപ്പോൾ എനിക്ക് വെറുക്കുമായിരിക്കും, പക്ഷെ അത് കാര്യമില്ല, മെസ്സേജ് അയച്ചോ. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരില്ലാന്നേ ഉള്ളൂ. ബട്ട് ഞാൻ നാളെ രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് അസിസ്റ്റന്റ് ആരാണെന്ന് നോക്കുമ്പോൾ ആ ഫസ്റ്റ് ലിസ്റ്റിൽ ഞാനായിരിക്കും. സോ ആ ചാൻസ് മിസ് ചെയ്യരുത്, മെസ്സേജ് അയച്ചോ. ഇതെല്ലായിടത്തും പരീക്ഷിക്കരുത്, ഇത് എൻ്റെ അടുത്ത് പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറയുന്നത്. ഞാനൊരു ഇതിന്റെ ഫോളോയിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു. ലൈക്ക് ഒരു അസിസ്റ്റന്റിനെ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റിനെ ഇക്ക വെക്കുമ്പോൾ അവരിൽ ഇക്കയ്ക്ക് വേണമെന്ന് മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്താണ്? എന്തുകൊണ്ട് ഒരാളെ അസിസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു? അവരുടെ മെയിൻ ക്വാളിറ്റീസ് എന്താണ്? അപ്പൊ ഞാൻ ഇതുപോലെ ഒരു എക്സാമ്പിളും കൂടി ഇത് തന്നെ പറയാം. ഈ മെസ്സേജിന്റെ അതാണ് ഇതിന്റെ ആൻസർ. ഒരു പയ്യൻ ഇതുപോലെ മെസ്സേജ് അയച്ചു ഒരുപാട് നാൾ മുമ്പ്, എനിക്കൊന്ന് 2018-19 അങ്ങാണ്ട് മെസ്സേജ് അയക്കുന്നത്, ചേട്ടൻ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇതാകെ കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം മെസ്സേജ് ഞാൻ റിപ്ലൈയും ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് അയച്ചു ഹായ് ബ്രോ ഐ വാണ്ട് ടു ബി യുവർ അസിസ്റ്റന്റ് മറ്റേ ഇങ്ങനൊരു മെസ്സേജ് അയച്ചു, ഒരു ലെങ്തി മെസ്സേജ് അയച്ചു. ഞാൻ ഓക്കെ എന്ന് മറ്റേ മെസ്സേജ് അയച്ചു. ഒന്നുകൊണ്ട് പറയാം, ഇത് ഞാൻ എന്നിട്ട് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് വീണ്ടും മെസ്സേജ് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താണോ അയച്ച മെസ്സേജ് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. ഞാൻ നല്ല പോലെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു നീ എന്ത് പരിപാടി കാണിച്ചത്? നിനക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ആ മെസ്സേജ് എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം ആ ഒരു സാധനം നിനക്ക് എൻ്റെ അടുത്ത് പറയാൻ പോലും നിനക്ക് സമയമില്ലെങ്കിൽ നിനക്ക് ഡെഡിക്കേഷൻ ഇല്ലാതെ ഞാൻ കാണുള്ളൂ.
ഒരു വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ കോപ്പി പേസ്റ്റ് അടിച്ചിരിക്കുകയാണ്. സോ എന്താണ് അപ്പം അവൻ്റെ ഉള്ളിൽ, ഞാൻ ഇപ്പം പറയട്ടെ, ഇപ്പൊ ഒരു കോപ്പി പേസ്റ്റ് മെസ്സേജ് ആണെന്ന് വിചാരിക്കും, ഒരു ഫോർവേഡ് മെസ്സേജ്, എൻ്റെ മുഖഭാവം എന്തായിരിക്കും? കോപ്പി പേസ്റ്റ്, നെക്സ്റ്റ്, സെൻഡ്. നേരെ മറിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്? ചേട്ടാ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്, ഇതല്ലേ ഒരു വേർഡ് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കാരണം വെച്ചാൽ ആ കോപ്പി പേസ്റ്റിൽ അവന്റെ ഒരു ഇമോഷനും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതല്ല നീ ചെയ്യേണ്ടത്, നീ കറക്റ്റായിട്ട് അതിനകത്ത് വ്യക്തമായിട്ട് പുതിയൊരു മെസ്സേജ് അയക്കണം ഇന്ന് ഇതിൽ. കാരണം അത് തെറ്റാണ്, നീ ഇത് ഒരാളത്ത് റിപ്പീറ്റ് ചെയ്യരുത്. കാരണം ഇത് എല്ലാവരും നോക്കിയിട്ട് വരില്ല, പക്ഷെ ഇതാണ് ആക്ച്വൽ സംഭവം. അങ്ങനെ ആ ഡെഡിക്കേഷൻ നമ്മൾ ഷോ ചെയ്യണം. അതാണ് എനിക്ക് വേണ്ടത്, ഡെഡിക്കേഷൻ. ഞാൻ ആദ്യം തന്നെ ഇപ്പം ഇന്നലെ ഒരു പയ്യനടുത്ത് കഥ പറയാൻ വന്നു. നല്ല രസമുള്ള കഥകളാണ്, ഒരു 3 കഥ കേട്ടു. അവൻ്റെ ഒരു പടം ഇപ്പം എന്തായാലും അവരൊക്കെ നല്ല രീതിയിൽ വരും. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ പോകാൻ നേരത്ത് എനിക്ക് സിനിമാറ്റോഗ്രഫി ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആണ്. ഞാൻ ചോദിച്ചു, മോൻ എന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് വന്നത്? അവൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് പറയാൻ. എന്താണ് ആഗ്രഹം? ഡയറക്ഷൻ. പിന്നെ എന്തിനാ എന്നോട് സിനിമാറ്റോഗ്രഫി പഠിക്കാൻ വന്നത്? എനിക്ക് അതും പഠിച്ചാൽ കൊള്ളാറുണ്ട്. ഞാൻ പറയില്ല, ഇയാളെ ഞാനിപ്പം അസിസ്റ്റൻ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അസിസ്റ്റൻ്റാന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ഞാൻ ചാൻസ് കൊടുത്ത് നിനക്ക് തരുമ്പോൾ, നിനക്കിപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ ഇയാൾക്ക് സിനിമാറ്റോഗ്രാഫർ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നാളെ നീ എൻ്റെ കൂടെ വാരണാസിയിലേക്ക് പോവാ, ഞാൻ നിനക്ക് ചാൻസ് തരാം. അല്ലാണ്ട് എനിക്ക് ജസ്റ്റ് പഠിക്കാനാണ്, പഠിക്കാനാണെന്ന് ഞാൻ തന്നെ ഏതൊക്കെ ഒരു വലിയ പടം വരുമ്പോൾ ഒരു 10 ദിവസത്തേക്ക് വിളിക്കാം, അപ്പോൾ പഠിച്ചോ. ഇല്ലെങ്കിൽ ഒരാളുടെ ചാൻസ് അല്ല ഞാൻ മിസ് ചെയ്യുന്നത്. അയാൾക്ക് ചിലപ്പോൾ എൻ്റെ പടത്ത് കൂടി അടുത്ത പടം കിട്ടി അങ്ങനെ കയറും. ഞാൻ എന്തിനീ ചാൻസ് കൊടുക്കണം? സിനിമാറ്റോഗ്രഫി പഠിക്കാനാണെങ്കിൽ അത് കൂടുതലും പഠിക്കാം. അസിസ്റ്റന്റ്, ഞാൻ പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടർ ആവ്, എന്നിട്ട് നീ പഠിക്കേ. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറും ആവാലോ. സിനിമാറ്റോഗ്രഫി പഠിക്കുന്നത് ഇപ്പൊ സിനിമാറ്റോഗ്രഫർ ആവാന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമാറ്റോഗ്രഫർ നിങ്ങൾ സിനിമാറ്റോഗ്രഫി പഠിക്കണം, പക്ഷെ സിനിമാറ്റോഗ്രഫർ ആവാനല്ല. പക്ഷേ ഒരു സിനിമാറ്റോഗ്രഫറിന്റെ അസിസ്റ്റന്റ് ആകുന്ന ഒരു ചാൻസ് പോകുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്ന് പറയുന്നത് അടുത്ത ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം സിനിമാറ്റോഗ്രഫി പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യേ, ഒന്നിന് ഫോക്കസ് ചെയ്യും. എന്നിട്ട് ഇപ്പൊ നാളെ ഒരു റൈറ്റർ ആവുകയാണെങ്കിൽ അവിടുത്തെ റൈറ്റർ ആയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഫുൾ ഈ പറഞ്ഞ പോലെ മേക്കിംഗ് വീഡിയോ പോലെ തന്നെയാണ്, അവിടെ മൊത്തം ഇങ്ങനെ ഇരുന്ന് DOP നോക്കി പഠിക്കേ. പക്ഷെ എൻ്റെ അസിസ്റ്റന്റായി വരുന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ ഫ്യൂച്ചർ സിനിമാറ്റോഗ്രാഫർ ആണെന്നുള്ള ആൾക്കാരാണ് എനിക്ക് ആവശ്യം. അത് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം നമ്മുടെ കൂടെ ഇപ്പൊ നവീൻ ഇപ്പം സിനിമാറ്റോഗ്രാഫറായി, ഷാരോൺ ഇപ്പൊ നമ്മ കൽബിന്റെയും ഈ പറഞ്ഞ പോലെ EDന്റെ ഒക്കെ പിന്നെ സിനിമാറ്റോഗ്രാഫർ. ഇപ്പം നവീൻ ഇപ്പൊ ഒരു പടം ചെയ്തു, ജയരാജ് സാറിനോട് പടം ചെയ്തു. അപ്പൊ അതൊക്കെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ആ ഡെഡിക്കേഷൻ, അവരാണ് എനിക്ക് ആവശ്യം. എനിക്ക് അല്ലെങ്കിൽ വെറുതെ പഠിച്ചാൽ കൊള്ളാമെന്നുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ നീ 10 ദിവസം ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ നിങ്ങൾ വീട്ടിൽ പോയി ഞാൻ ക്ലാസ് എടുത്ത് തരാം. പക്ഷെ സിനിമയിൽ എനിക്ക് എൻ്റെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പണിയെടുപ്പിക്കുമ്പോൾ അത് അവിടെ ചിലപ്പോൾ അവർക്ക് പണി കൂടുതലായി പോയി തോന്നുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അത് പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അതെനിക്ക് വേണ്ട. ഇപ്പൊ ഫായിക്ക് മെസ്സേജ് അയക്കുന്നത് ശ്രദ്ധിക്കുക. അതെ തീർച്ചയായും. ഫായിക്ക, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 1000 ബേബീസിലെ ഇൻട്രോഗേഷൻ റൂം ഉണ്ടല്ലോ, അത് നിങ്ങളൊരു വെയർ ഹൗസിൽ സെറ്റ് ഇട്ടിട്ട് ചെയ്തതാണ് എന്ന് കേട്ടു. അതിനെപ്പറ്റി ഒന്ന്, എങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് പോയത്? ഇതൊരു വെയർ ഹൗസിൽ മതി? കാരണം ഇതില് വെയർ ഹൗസിൽ മതി എന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻ വൈസ് ആയിപ്പോയതാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു സ്റ്റുഡിയോ ഫ്ലോറിൽ ചെയ്തിട്ട് നമ്മൾക്ക് എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു വരില്ല. കാരണം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കരമായിട്ട് അതിനൊരു എമൗണ്ട് ആവും. സോ അതൊരിക്കലും പോസിബിൾ അല്ല ഒരു ഫ്ലോർ എടുത്ത് അവിടെ ഒരു 2-3 മാസത്തേക്ക് സെറ്റ് ചെയ്യണം. കാരണം നമ്മൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഓരോ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇഷ്യൂ, ഈ പറഞ്ഞ പോലെ ലൊക്കേഷനിലേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ അടുത്ത സെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ടൈമിങ് ഒരു 3-4 ദിവസം, ഇതിനിടയിൽ ബ്രേക്ക് എടുക്കേണ്ടി വരും. ആ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചിലപ്പോൾ 1 മാസം ഇതാവേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് വെയർ ഹൗസിലേക്ക് മാറുന്നത്. കാരണം വെയർ ഹൗസ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 4 to 5 months ലീസ് എടുത്താൽ മതി. നമ്മൾക്കത് ഒരിക്കലും സ്റ്റുഡിയോ ഫ്ലോർ പറ്റില്ല. കാരണം വെച്ചാൽ സ്റ്റുഡിയോ ഫ്ലോർ തന്നെ ഇവിടെ ലിമിറ്റഡ് ആണ്. ആ സ്റ്റുഡിയോ ഫ്ലോർ നമ്മളൊരു 5 മാസത്തേക്ക് അത് ഹോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഷൂട്ട് ചെയ്യണ്ടേ. സോ അതാണ് വെയർ ഹൗസിലേക്ക് പ്ലാൻ പോയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആഷിഖാണ് നമ്മൾ ആർട്ട് ചെയ്തത്, ഗംഭീരമായിട്ട് ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു CG സപ്പോർട്ട് തന്നെ വളരെ കുറവ്. ആ ഗ്രീൻ മാറ്റ് ഉള്ള മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഉള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും എല്ലാം റിയൽ ആയിട്ട് നമ്മൾ വെച്ച് തന്നെയാണ്. ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഓൾറെഡി. പിന്നെ അത് സംസാരിക്കുമ്പോൾ തന്നെ കളർ പാലറ്റൊക്കെ നമ്മൾ ഫുൾ പാലറ്റ് തന്നെയാണ്. പിന്നെ ഓൾറെഡി സ്കെച്ച് ചെയ്ത് കാണിച്ചു തന്നു ആഷിക്ക്.
നല്ല രസമായിട്ട്. സോ അതാണ് ഫ്യൂച്ചറിറ്റിക് ഡിസൈൻ ഉണ്ടായിരുന്നത്. അത് ആരുടെ അത് ബുദ്ധിയായിരുന്നു? ഡയറക്ടർ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു പടം, ഈ ഒരു പടത്തിൽ പെട്ടെന്ന് ഇപ്പോൾ ഡയറക്ടർ പറയാണ് നമ്മൾക്ക് സെയിം, അതായത് 1000 ബേബീസ് വേറൊരു ഡയറക്ടർ ആണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ചിലപ്പം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇൻറ്ററോഗേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പുതിയ നമ്മുടെ ANAയുടെ ഓഫീസ്, ഇതൊക്കെ ചിലപ്പം ഈ മോഡൽ ആയിരിക്കില്ല, ഇത്രയും ഫ്യൂച്ചറിസ്റ്റ് ആയിരിക്കില്ല. കാരണം അത് നമ്മൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ ഡയറക്ടർ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിസ്റ്റ് ആയിക്കൂടാ. കാരണം പുറത്തുള്ള ഒരുപാട് സിനിമകൾ, നമ്മൾ എത്രയോ മൂവികൾ നമ്മൾ കാണുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ടച്ച് സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്ത് വേറെ വരുന്നു, ഇവര് സ്ക്രീനിലെടുത്ത് ഇങ്ങനെ ഇടുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത് കാണിക്കുമ്പോഴേക്കും അത് ഭയങ്കര അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആഫ്റ്റർ 5 years ഇത് ഇവിടെ സംഭവിച്ചുകൂടാന്നില്ല. ഇപ്പൊ തന്നെ എല്ലാവരും ടച്ച് സ്ക്രീനിലേക്ക് ആയിരിക്കുന്നു. നമ്മൾ ആദ്യം 1100 ഫോണിലാണല്ലോ, നമ്മൾ അന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല ടച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് എടുക്കാൻ പറ്റും, നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പം അതിന് സംഭവിച്ചു കഴിഞ്ഞു. സോ അന്നത്തെ അയൺമാൻ മൂവീസിൽ പിന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. കാരണം വെച്ചാല് വിഷൻ പ്രോയിലെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്റ്റേഡിയം റൗണ്ടിൽ കറങ്ങുകയാണെങ്കിൽ ഇന്ന് അവിടെ ഒരു ഐഡ്ലി കഫേയുടെ ഒരു മുമ്പിൽ നമ്മൾ അവിടെ ഒരു ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബ് പ്ലേ ചെയ്യുന്നു, നേരെ നടന്നു പോകുന്നു, അവിടെ ജിമ്മുണ്ട്, ഒരു മറ്റേ ഓപ്പൺ ജിം ഉണ്ട്, അവിടെ നമ്മളൊരു വീഡിയോ ആക്കുന്നു ഹൗ ടു എക്സസൈസ്. എന്നിട്ട് നമ്മൾ വീണ്ടും നടന്നു പോയിട്ട് അടുത്തൊരു സ്ഥലത്ത് പിൻ ചെയ്ത് വെക്കുന്നു വേറൊരു ഷോപ്പിന്റെ മുമ്പിൽ, ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുമ്പിൽ. നമ്മൾ നെക്സ്റ്റ് ഡേ വരുമ്പോ അവിടെ പിൻ ചെയ്ത് കിടപ്പുണ്ടാവും ഇതൊക്കെ. ഇനി ഈ വേൾഡ് എവിടെ കറങ്ങിയാൽ ഇതൊക്കെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ട്. സോ ടെക്നോളജി അത്രയും മാറി. സോ നമ്മൾ എന്തുകൊണ്ട് അത് മാറ്റാതിരിക്കണം എന്നുള്ള ഡയറക്ടറിന്റെ വാശി, അത് ആ സിനിമക്ക് അത്ര ഗുണം ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണലി എല്ലാവരും ഇത് കാണാൻ പോകുന്നതാണ്. ഒരു മലയാളികൾ മാത്രമല്ല ഇത് കാണേണ്ടത്, പുറത്തുള്ള ആൾക്കാർ ഇത് കാണണം. ഡിസ്നിയുടെ പരിപാടിയാണ്. സോ ഇന്റർനാഷണലി കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് ഇതാണ് അവർ മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഫുൾ അഴുക്കായിട്ടുള്ള കൊച്ചി ഉണ്ട്. രാവിലെ നമ്മൾ ക്ലീൻ ചെയ്യും, പക്ഷെ അഴുക്കല്ല കൊച്ചി. ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇത് ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ്. ഇപ്പൊ വാരണാസി പോകുമ്പോൾ അവിടെയുള്ള അഴുക്ക്, പക്ഷെ അത് നമ്മൾ ഷോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയത്. പണ്ടത്തെ ആൾക്കാർ വേസ്റ്റ് ഒന്നും കളയാത്ത സമയത്ത് ഒരു ഭംഗി ഉണ്ടായിരുന്നു. സോ നമ്മൾ ബ്യൂട്ടി കാണിച്ചിട്ട് മാത്രം ഈ പടം പോയാൽ മതി, ആ ഒരു വേസ്റ്റ് കണ്ടീഷൻ കൂടെ കാണിക്കേണ്ടതെന്ന് ഡയറക്ടർക്ക് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ജെയിംസ് ബോണ്ട്, ഇപ്പൊ സ്കൈഫോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള മൂവീസിലൊക്കെ ഇന്ത്യ എന്ന് കാണിക്കുമ്പോൾ മുംബൈ, ധാരാവിയാണ് ആദ്യം കാണിക്കുന്നത്, ചേരിയാണ് കാണിക്കുന്നത്. സോ നമ്മൾ ആൾക്കാരെന്താ വിചാരിക്കുന്നത്, പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ വെച്ചാൽ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരിയാണ്. നോ, ഇന്ത്യ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അതിനെ ഷോ ചെയ്യും. ഇപ്പൊ ഞാനിപ്പം വാരണസി എന്ന് പറഞ്ഞ ഈ പടം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളില് നാളെ ഒരാൾ വാരണസി കാണാൻ ആഗ്രഹിച്ച് പോകണം. ഇപ്പൊ നീലാശം പച്ചക്കടൽ കണ്ടപ്പോഴാണ് നമുക്ക് ബുള്ളറ്റ് എടുത്ത് യാത്ര തോന്നിയത്. അതുപോലെ നമ്മുടെ പടം കാണുമ്പോൾ വാരണസി പോകാൻ തോന്നണം ആൾക്കാർക്ക്. അപ്പൊ അവിടുത്തെ വേസ്റ്റും പരിപാടിയും കാണിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പോവാ വാരണസിനോ, നമ്മൾ അവിടെ വാരണസി പോകൊണ്ട് കാണിക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ചിലപ്പോൾ ആൾക്കാർ പറയായിരിക്കും നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത് ഇത്രയും ഭംഗി. പക്ഷെ ആക്ച്വലി ആ ഭംഗിയോടുകൂടി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ അവിടെ ഒരു മാജിക്കും കാണിക്കുന്നില്ല. എന്താണോ എന്റെ മുമ്പിൽ കാണുന്നത് ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്യുന്നേ ഉള്ളൂ. അത് അത്രയും മനോഹരമായിട്ട് നമ്മളത് ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ മനോഹരമായിട്ട് തന്നെ നമ്മൾ അതിനെ നോക്കി കണ്ടാൽ മാത്രം മതി. വേസ്റ്റിലേക്ക് നോക്കണ്ട, നിങ്ങൾ നേരെ നോക്കൂ. ഞാൻ വേസ്റ്റിൽ സ്ഥലമല്ലേ ഷൂട്ട് ചെയ്തത്. അതായത് ഞാൻ ഇങ്ങനെ ആംഗിൾ വെച്ചിട്ടുണ്ട്, കാരണം ഒരു ക്യാമറ സ്ട്രേറ്റ് ഐ ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് ടിൽറ്റ് ഓൺ ചെയ്ത് അത്രയും വേസ്റ്റ് കാണാൻ പറ്റും. അത് നമുക്ക് കവർ ചെയ്തിട്ട് കുറച്ച് ടിൽറ്റപ്പ് ചെയ്ത് കണ്ടാൽ തന്നെ നമ്മൾ ഇതുപോലെ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും കാണുമ്പോഴും നമ്മൾ വേസ്റ്റ് കണ്ടീഷൻ നോക്കണ്ടതേ, അതവിടെ സംഭവിക്കും. പക്ഷെ നോക്കണ്ട അങ്ങോട്ടേക്ക്. അത് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഇൻട്രോഗേഷൻ റൂമും പരിപാടി, അതിന്റെ ഡിസൈൻ നല്ല രസമുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഹോസ്പിറ്റൽ സീനും അവിടെ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അത് വേറെ സ്ഥലത്താണ്, പക്ഷെ തെറ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും, കാരണം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ആർട്ട് ഡയറക്ടർ ഭയങ്കര രസമായിട്ട് അത് ചെയ്തു തന്നിട്ടുണ്ട്. എക്യുപ്മെന്റ്സ് ആയാലും എല്ലാം ആ പഴയത് തന്നെ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു എന്നുള്ളത് വരെ ഞാൻ ചോദിച്ചിട്ട്. കാരണം ഞാൻ പൊതുവെ മോസ്റ്റ് എല്ലാ മൂവീസിലും നമ്മളൊരു ടേബിൾ ലാമ്പ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ഒരേപോലത്തെ ടേബിൾ ലാമ്പ് ആയിരിക്കും. അപ്പൊ അത് വരെ മാറ്റിയിട്ടാണ്, അതായത് ഒന്നും കാണാതെ എല്ലാം യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊണ്ടുവച്ചത്. അത് തന്നെ നമ്മൾക്ക് ബ്ലെസ്സിങ് ആണ് ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ച്. കാരണം അവർക്ക് ഇത് തപ്പിയെടുക്കണ്ടേ, കാരണം ഇത്രയും ഒരു സ്ഥലത്ത് നിന്ന് അവൈലബിൾ ആയിട്ട് ഇത് ഈ
സാധനങ്ങൾ ഒരുപാട് അവൈലബിൾ ഉണ്ട്, ലാംപ്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള ലാംപ്സ് ഒക്കെ കൊണ്ടുവരുന്നത് അത് അവരെടുക്കുന്ന എഫേർട്ടാണ്. നമ്മുടെ ഈ 1000 BBs ഹോട്ട്സ്റ്റാറിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇക്കാന്ന് പറയുന്നത് കേട്ടോ, എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. സാധാരണ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്നത് ഹോട്ട്സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാല് ഹോട്ട്സ്റ്റാർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും, അവർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. അവർക്ക് എന്തും പെർഫെക്റ്റ് ആയിട്ട് മതി. ഒന്നും പെർഫെക്റ്റ് അല്ലാത്തത് വേണ്ട. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഭയങ്കര ഗ്രെയിൻസ് കയറിയിട്ടുള്ള ഒരു വിഷ്വൽ, നൈറ്റ് ഭയങ്കര ഗ്രെയിൻസ്, അവർ ആ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യും. അവർക്ക് അങ്ങനത്തെ ഒരു വീഡിയോ വേണ്ട, ഒരു ഫുട്ടേജ് വേണ്ട. ഭയങ്കര ഫോക്കസ് ഔട്ട് ഉണ്ട് വിചാരിക്കുക. സിനിമയിൽ എന്താ അത്രയോ ഫോക്കസ് ഔട്ടിൽ എത്രയോ പടങ്ങൾ, വലിയ പടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇവർക്ക് അത് വേണ്ട. നിങ്ങളത് റീഷൂട്ട് ചെയ്യുക. മേ ബി അതിനൊരു 10 ലക്ഷം 1 കോടി ചെലവ് വന്നാൽ പോലും നിങ്ങൾ റീഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുക. കാരണം അവർക്ക് ആ ക്വാളിറ്റി നിർബന്ധമാണ്. സോ ഇത്രയും ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് സിനിമയാണ് ചെയ്യുന്നുള്ളത്, അതായത് നമ്മൾക്ക് അത്രയും ഭയങ്കര ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള സാധനം നമ്മുടെ ഉള്ളിൽ കയറുകയാണ്. സോ അപ്പൊ നമ്മോട് കുറച്ചും കൂടി കോൺഷ്യസ് ആവും, നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കും. മനസ്സിലായോ? ഈ സെറ്റില് അപ്പോൾ ഹോട്ട്സ്റ്റാറിന്റെ ടീം ഉണ്ടായിരുന്നു ഇല്ല. എന്താന്ന് വെച്ചാൽ ഒരു 10 days ആകുമ്പോൾ ഇവർ ആക്ച്വലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ച്, ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ നെയിം ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന എഡിറ്ററിന്റെ അടുത്തും ഈ സ്പോട്ട് എഡിറ്റർ അടുത്തും CG ചെയ്യുന്ന ടീമിന്റെ അടുത്തും മ്യൂസീഷ്യൻസിന്റെ അടുത്തും DA ചെയ്യുന്നിടത്തും എല്ലായിടത്തും ഇവരൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഈ ആപ്പ് ത്രൂ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ. ഒരു വിഷ്വല് നമ്മളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ ഈ ആപ്പ് ത്രൂവേ കോപ്പി ചെയ്യാൻ പാടുള്ളൂ. സോ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പ്രൊസീജിയർ ഇസ് മോണിറ്ററിങ് ബൈ ദം. എല്ലാ സാധനം അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവരെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ പുതിയ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അതായത് മ്യൂസീഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ്, ഈ പറഞ്ഞ പോലെ CG ടീം ആവട്ടെ, എല്ലായിടത്തും CCTV വേണം. ആര് വരുന്നു പോകുന്നു എന്ന് അവർ കാണണം. ഈ വിഷ്വൽ ആര് കാണുന്നു എന്നുള്ളത് കാണണം. അങ്ങനെ കണ്ടവർക്ക് കാണാനുള്ളതല്ല ഇത്. ഇവർ അതിൻ്റെതായിട്ടുള്ള അവരുടെ റൂൾസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കോപ്പി പോലും പാടില്ല, ഇതിന്റെ ഒരു ഫൂട്ടേജ് കോപ്പി പാടില്ല. അത്രയും ഇവർക്ക് നിർബന്ധമാണ്. ഇതിന്റെ ഒരു ഫൂട്ടേജ് പോലും ഇത് വരാനും കാണരുത്, അതായത് അപ്പാർട്ട് ഫ്രം ഈ ഒരു ടീം. അപ്പൊ അതുകൊണ്ട് അത്രയും റെസ്ട്രിക്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണും. ഇതിനെ ഈ ഒരു സംഭവം ഇത്രയും സീരിയസ് ആണുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ശരിക്കും അല്ലേ എന്ന്. കാരണം ഇപ്പൊ തന്നെ പുഷ്പ 3 എന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നു. അത് ആക്ച്വലി നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പരിപാടി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാറിന്റെ പരിപാടി ആയിരുന്നെങ്കിൽ എഗ്രിമെന്റ് ഉണ്ട്. നമ്മുടെ ഒരു സാധനം പുറത്തു പോകാൻ പാടില്ല. നമ്മളവിടെ കോടതി കയറിയേണ്ടി വന്നേനെ ഈ ഒരു കാരണം കൊണ്ട്. പുഷ്പ 3 ആര് പറഞ്ഞു നിങ്ങളോട് അനൗൺസ് ചെയ്യാൻ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫോട്ടോ ഇട്ടു? ഇത് അവരുടെ മാത്രം സാധനം. ഇത് മൊത്തത്തിൽ അവരുടെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി വരും, നമ്മുടെ പേര് വരും, പക്ഷെ അവരാണ് ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അവര് ഈ പറഞ്ഞ SNP എന്ന് പറഞ്ഞ ടീമുണ്ട്. ഇപ്പൊ നമ്മൾ മൊബൈലിൽ ഇപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഐഫോൺ കണ്ടു കഴിഞ്ഞാൽ ആ ഐഫോൺ CG റിമൂവ് ചെയ്യണം നമ്മള്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വാച്ച് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. വാച്ചിൽ ഇപ്പം ടൈറ്റാൻ കണ്ടു, അല്ലെങ്കിൽ ടിസോ കണ്ടു, അല്ലെങ്കിൽ ബ്രേറ്റ്ലിങ്ങനെ കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും പാടില്ല. ക്ലോസപ്സ്, അതായത് നാളെ അവര് വന്നിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു നമ്മുടെ ഇത് ബ്രാൻഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they want to pay like I think ഒരു 1000 crores ഒക്കെ ഡീലായിരിക്കും അവർ വെക്കാൻ പോണേ. അപ്പൊ അതുകൊണ്ട് അത്രയും ഭയങ്കര ഒരു ഗെയിമാണ് അവിടെ. ഭയങ്കര കോർപ്പറേറ്റ് പരിപാടി. അത്രയും എന്താ പറയാ, നമ്മൾക്ക് പേടിയോടെ ചെയ്യാന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ ഹെക്ടിക് ആയിരുന്നു, ലൈക്ക് അതോ ഓവർ കോൺഷ്യസ് ആയിരുന്നു? നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസ് ഔട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസ് നോക്കണ്ടേ. ഗ്രെയിൻസ് വരാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിഷ്വൽസ് കിട്ടുമല്ലേ. മാക്സിമം ആകെ എനിക്കുണ്ടായിരുന്നുള്ള ഒത്തെന്ന് വെച്ചാൽ അവർ ഷൂട്ടിന്റെ സമയത്ത് ഫ്ലേയേഴ്സ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫ്ലേയേഴ്സ് വെച്ച് നമ്മളിപ്പോ ലൈറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ലൈറ്റിൽ ഫ്ലേയേഴ്സ് കയറുമല്ലോ. ഞാൻ നടക്കില്ല. കാരണം എനിക്ക് ഫ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഇമോഷൻ കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സീനിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ആ സീനിന് വേറെ തന്നെ ഒരു മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസും ചെയ്യില്ല. എനിക്ക് ചില സമയത്ത് അവർ അത് നിങ്ങൾ യൂസ് ചെയ്തോ, പക്ഷെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ കണ്ടിന്യൂസ്ലി എന്തായാലും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ അവർ ഓൾറെഡി പറയും ഈ കാര്യങ്ങളൊക്കെ. അത് നമ്മളത് കറക്റ്റായി ചെയ്യാന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ഗുഡ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയി ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഒരാള് കാറ് തരുന്നു, ഒരു കാറിന്റെ കീ തന്ന് കാറ് യൂസ് ചെയ്തു എന്ന് പറയുന്നു, നമ്മൾക്കറിയാം എവിടെയും തട്ടിയും മുട്ടാതെയും യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അയാൾ പറയണ്ട എവിടെയും തട്ടിയേക്കല്ലേ എന്ന് പറയുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആയി തട്ടാതെ കൊണ്ടുപോകും. പക്ഷെ എന്താ, നമ്മുടെ ഉള്ളിൽ ആ വണ്ടി ഓടിച്ച സുഖം എല്ലാം കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം നടന്നു, നല്ല രീതിയിൽ കഥ പറയാനും പറ്റി. അത്
ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ അത്രയും കോൺഷ്യസ് ആയി ചെയ്തത് കൊണ്ടാണ് 1000 ബേബീസ് ക്വാളിറ്റി പടമായത്. ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് അവർ അത്രയും സീരിയസ് ആയിട്ട് നോട്ട് ചെയ്തുകൊണ്ടല്ല അത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൂവി ആയിരുന്നു ചിലപ്പോൾ ഇത്രയും ക്വാളിറ്റി വരില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് ചെയ്തതിന് ശേഷം എന്തും ക്വാളിറ്റിയോട് കൂടിയേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സാധനം മനസ്സിൽ വന്നു. അവര് നമ്മളെ Quality ഒരു keep ചെയ്യണമെന്നുള്ള. ആ ഒരു ടെംപ്ലേറ്റിലോട്ട് ഇറക്കിയോണ്ട് ഇനി ഫ്യൂച്ചറിലോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ടെംപ്ലേറ്റിൽ മുന്നോട്ട് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും നമുക്ക് തന്നെ അത് അയ്യോ ക്വാളിറ്റി ലൂസ് ആയി പോലെന്ന് ഫീൽ ചെയ്യും. സോ ഇനി അങ്ങോട്ടേക്കുള്ളത് മൊത്തം നല്ല ക്വാളിറ്റി ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇക്ക നമ്മള് നേരത്തെ നമ്മൾ ഇൻട്രോഗേഷൻ റൂമിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കളർ പാലറ്റും അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്മെന്റിനെ പറ്റി പറഞ്ഞായിരുന്നു. എനിക്ക് ഒന്ന് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്മെന്റ് എത്രമാത്രം ഒരു സിനിമാറ്റോഗ്രാഫറിനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഈ പാലറ്റ് പിടിച്ച് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ആർട്ടിന്റെ ഇത് പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ആർട്ട് ഡയറക്ടർ എത്രമാത്രം യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാങ്ക് സ്പേസിൽ നിന്നാണ്, അതായത് ഒന്നുമില്ലല്ലോ. ഇപ്പം ഡയറക്ടർ ഇപ്പം നജീബ് പറയാറുണ്ട്, അതായത് ഇപ്പൊ എഴുതി, അതായത് ടീച്ചർ നമ്മുടെ സാറാമച്ചി നടന്നു വരുന്നു, പിറകില് ഒരുപാട് കുട്ടികളുടെ ക്രാഡിൽസ് പരിപാടി, അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് വരുന്നു. അപ്പൊ ആ അപ്പൊ ഇത് പറയുമ്പോൾ ശൂന്യതയിലാണ് നമ്മളിത് വിഷ്വലി ചെയ്തെടുക്കുന്നത്. അവിടെ ഒരു നീന ഗുപ്തയായിട്ട് ഒരാളില്ല, അവിടെ ഒരു റബ്ബർ തോട്ടമില്ല, ഒന്നുമില്ല, എല്ലാം വിഷ്വലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് എനിക്ക് വെറുതെ ക്യാമറ കൊണ്ടുപോയി വെച്ച് ഞാൻ വെട്ടില്ല, അതാരും കൊണ്ടുവരണം. ആർട്ട് ഡയറക്ടർ ഇതൊക്കെ സെറ്റ് ചെയ്ത് തരണം. സോ ഡെഫിനറ്റ്ലി ആർട്ട് ഡയറക്ടറാണ് അതിൽ. ഞാൻ പറയട്ടെ, ആ ക്രാഡില് ഒരു സൈസ് വലുതായി എന്ന് വിചാരിക്കുക, എന്ത് ബോറായിരിക്കും വിഷ്വലില്. മനസ്സിലായോ? അതിൽ ഇലകൾ വീഴുന്നുണ്ട്, ആ കരിയില കിട്ടിയിട്ടില്ല, പച്ചില മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പോയില്ലേ, അവിടെ കാണാനുള്ള രസം പോയില്ല. ഗ്രേഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവരുടെ കോസ്റ്റ്യൂം സെയിം ഗ്രീൻ ആണ്, സോ അതിന്റെ എഫക്റ്റ് പോയി. നമുക്ക് ആ കരിയിലകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗം ചെയ്തത്. അതന്ന് കരിയില കിട്ടിയിട്ടില്ല, ആർട്ട് ഡയറക്ടറോട് കരിയില എന്തായാലും കിട്ടില്ല, പച്ചല വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈച്ച് ആൻഡ് എവരിത്തിങ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതിനനുസരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ എന്തും പിന്നെ അത് പാലറ്റിൽ കറക്റ്റ് കൊണ്ടുവരാന്നുള്ളത് അത് ആദ്യമേ. ഇപ്പം ഈവൻ നമ്മളിപ്പോൾ പോലും ഈ പുതിയ പടത്തിന്, നമ്മൾ ഈ വർഷയുടെ പടത്തിന് ഓൾറെഡി ഇന്ദ്രൻ ചേട്ടൻ ഏത് കോസ്റ്റ്യൂം വേണം, അവര് ഇന്ന് സീനിന്ന് നേരെ അടുത്ത സീനിലേക്ക് വരുമ്പോൾ അവർ റൂമിൽ കയറുമ്പോൾ റൂമിന്റെ കളർ ഈ ഒരു കളറാണ്, അപ്പം അവരുടെ ഡ്രസ്സ് അവിടെ ബ്ലെൻഡ് ആണ്, സോ അത് പാടില്ല, അപ്പൊ ആ ഡ്രസ്സ് നമ്മൾ മാറ്റാം. ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിട്ടാണ് എഴുതേണ്ടത്. കാരണം അത്രയും ഈ ഒന്നാമത് ഒരു ഡേ ഫുൾ നടക്കുന്ന സ്റ്റോറിയാണ് ഈ വാരണാസി സ്റ്റോറി, സ്റ്റാർട്ടിങ് ടിൽ എൻഡ്. അപ്പൊ ഈ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന അവര് ഓരോ ഘാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ആ കളർ പാലറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചിലപ്പോൾ ബാക്കിലത്തെ ബിൽഡിംഗ് യെല്ലോ ആയിരിക്കും, ചിലപ്പോൾ റെഡ് ആയിരിക്കും, ചിലപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂം റെഡ് ആയിരിക്കും. അപ്പൊ ഈ റെഡിന്റെ മുകളിൽ പോകുമ്പോഴേക്കും ഞാൻ അങ്ങനെ ഫ്രെയിം വെക്കും, രണ്ടും മെർജ് ആയില്ലേ. സോ അങ്ങനെ ഓരോന്ന് കളർ പാലറ്റ് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മുടെ പ്രശ്നമാണ്. സോ ഈച്ച് ആൻഡ് എവരി പ്ലേസിൽ ഏത് ഇത് വേണം. ഇനി അഥവാ അവിടെ ഒരു റെഡ് ആണെങ്കിൽ അതിന് പെയിന്റ് ചെയ്ത് വൈറ്റ് അടിക്കാൻ പറ്റുമോ? അപ്പോൾ ആർട്ട് ഡയറക്ടർ പറയും നമുക്ക് അതിന്റെ ബഡ്ജറ്റിൽ അത് മറന്നേക്കും. അപ്പൊ നമ്മളതൊക്കെ അടുത്ത ലൊക്കേഷൻ കാണും ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ ഓരോ പ്രോസസ്സും അതും കളർ പാലറ്റ് തന്നെയാണ് വരുന്നത്. അല്ലാതെ കളർ പാലറ്റ് നമ്മൾ വെറുതെ ഒരു ബ്ലൂ കളർ 3-4 കളർ വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്യാൻ മാത്രമല്ല, ഇതൊക്കെ വെച്ച് നാച്ചുറലി വരുന്ന കളറാണ്. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ആകെ നമ്മൾ കയ്യിലുള്ള ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂം ആയിരിക്കണം ഈ കളറെല്ലാം മാച്ച് ചെയ്ത് പോകേണ്ടത്. സോ അതിനനുസരിച്ച് ഒരു കോസ്റ്റ്യൂം കളർ പിടിക്കുക. ഇപ്പൊ അവരുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ പാക്കറ്റ് കളർ പോലും അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതോ ഇതാവത്തോ ആകരുത്. അപ്പൊ അത് കറക്റ്റായിട്ട് ആർട്ട് ഡയറക്ടർ നല്ലൊരു പാക്കറ്റ് തരണം, കളർ നമ്മുടെ കളർ പാലറ്റിലുള്ളത്. നമ്മൾ കളർ പാലറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം അത് കിട്ടിയാൽ അത്രയും നല്ലത്. ചിലപ്പോൾ അവൈലബിൾ എല്ലാം വിചാരിക്കുക, ആ ഒരു കളർ കിട്ടുന്നേ ഇല്ല. ചിലപ്പം ആർട്ട് ഡയറക്ടർ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് പെയിന്റ് അടിച്ച് വേറെ കളറാക്കി കൊണ്ടുവരും. പക്ഷെ ബ്രില്യൻ്റ്ലി കൊണ്ടുവരും അവരൊരു കളർ കൊണ്ടുവരും. അപ്പൊ അതാ പറഞ്ഞത്, എല്ലാ ആൾക്കാരും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഗംഭീരമായി ചെയ്തോ അത് ഗംഭീരമായിരിക്കും. ഇപ്പം ഇതില് സൗണ്ട് നന്നായിട്ട് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ് ആക്ച്വലി. അപ്പൊ ഇത് അറ്റ്മോസ് ഇപ്പൊ അവൈലബിൾ ആണ്. അറ്റ്മോസിൽ നമ്മളിപ്പം നല്ല സൗണ്ട് സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആപ്പിളിന്റെ ഇയർഫോൺസ് അല്ലെങ്കിൽ ഐമാക്സ് അതിന്റെ ഇതെന്തായിരുന്നു എയർ മാക്സിലൊക്കെ നമ്മളിത് കേൾക്കുകയാണെങ്കിൽ ഗംഭീര സൗണ്ടൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫസൽ ഭായ്. പിന്നെ ശങ്കർ മ്യൂസിക്, ജോൺ ഗുഡ് ഡയറക്ടർ. അപ്പം ഇത്രയും ആൾക്കാരുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പൊ അമൽ മേക്കപ്പ്, അമല് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അനുരാജ് മനോഹർ നമ്മുടെ കോസ്റ്റ്യൂം, ഇങ്ങനെ എല്ലാവരും ഈ ചില ഒരു പ്രശ്നം. ഇപ്പൊ എന്റെ ഫോക്കസ് ബോളർ അടക്കം, എന്റെ ഫോക്കസ് ബോളർ ലൈറ്റ് കൊണ്ട് ചേട്ടന്മാർ എല്ലാവരും ഒരു ടീം എഫേർട്ടാണ് ഗംഭീരമായിട്ട് ഈ ഒരു സാധനത്തിന് പ്ലേസ് ചെയ്ത് തരുന്നത് ഏറ്റവും ഫൈനൽ എൻഡിൽ. ഇപ്പം ഞാനത് ചോദിച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത്
ചില സിറ്റുവേഷനിൽ ചില ചോദിക്കാറുണ്ട്, കളറിങ്ങിലാണോ പലറ്റ് പിടിക്കുന്നത് എന്നുള്ളത്. അതിനെപ്പറ്റി എന്താണ് നോ 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 ഇക്കയ്ക്ക് പറയാം? കളറിംഗില് പാലറ്റ് പിടിക്കാൻ പറ്റില്ലല്ലോ. കളറിംഗ് ഒരിക്കലും പാലറ്റ് പിടിക്കാം. 80% സിനിമാറ്റോഗ്രാഫറിന്റെ എഫേർട്ടാണ്, 20% മാത്രമേ ഒരു കളറിസ്റ്റ് ചെയ്യൂ. അത് പക്ഷേ ഈ ഞാൻ പറയട്ടെ, അത് എങ്ങനെയാന്ന് അതിനെ കുറിച്ച് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാനിപ്പോ 100% എഫേർട്ട് ഇട്ട് ഫുൾ ഷൂട്ട് ചെയ്ത് വന്നു. ഞാൻ ആ വിഷ്വൽ എടുത്തിട്ട് ഇപ്പൊ 80% വിചാരിക്കാം. ഒരിക്കലും കളറിസ്റ്റ് 20 എന്നല്ല അതിനർത്ഥം. കളറിസ്റ്റിന്റെ കയ്യിലേക്ക് വരുമ്പോൾ വീണ്ടും അതൊരു 100% പ്രോസസ്. 20യുടെ 100%. 20യുടെ 100% ആയി. ആ 100ലിട്ട് വർക്ക് ചെയ്യുന്നത് 80% കളറിസ്റ്റ് ആണ്, 20% ആണ് DOPന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. കാരണം ഞാൻ നിങ്ങൾക്ക് വെറും ലോഗ് ഫൂട്ടേജാ തരുന്നത്, നിങ്ങൾ അതിന്റെ ഒറിജിനൽ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളൊരു മാജിക് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഡെഫിനറ്റ്ലി കളറിസ്റ്റ് മജീഷ്യൻസ് ആണ്. അപ്പം ഈ ഒരു കളർ കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കളർ ചെയ്തതിന് ശേഷം നമ്മൾ വന്ന് നോക്കും കളർ കൊള്ളാവോ ഇല്ലയോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ പടങ്ങളുടെ അതായത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പടങ്ങൾക്ക് വെച്ചിട്ട് ഒരു ജഡ്ജ്മെന്റിലായിരിക്കും നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അതേ ജഡ്ജ്മെന്റിലാണ് ഞാൻ നാളെ എബിനെ വിളിക്കുക. ഞാനിപ്പോ ഷ്യാമിന്റെ അടുത്ത് എനിക്ക് ഓൾറെഡി ഷ്യാം ചെയ്ത വർക്ക് കാരണമാണ് ഓക്കെ ഷ്യാമിന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഷ്യാമിന്റെ വെർഷൻ. എനിപ്പോ ഷ്യാം ഇന്ന ആളെ പോലെ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എന്നാ പിന്നെ അയാളുടെ അടുത്ത് പോകണം. ഒരിക്കലും ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഇത് വേണം എന്നിട്ട് വാശി പിടിക്കും. കാരണം അയാൾ എന്താണ് ചെയ്യുന്നതും അയാളുടെ ലിമിറ്റേഷൻസും എല്ലാം നമ്മൾക്കറിയാം. അപ്പം അത് മാത്രം ഉപയോഗിച്ചിട്ട് മാത്രം, കാരണം അത് ഭയങ്കര പ്രശ്നം. ചില ആൾക്കാർ നിനക്ക് ഞാനിത് ഭയങ്കര ഹാൻസ് സിമ്മറിന്റെ പരിപാടി വിചാരിച്ചിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരിക്കലും പറയരുത്. കാരണം അതിന് ഹാൻസ് സിമ്മറിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള വ്യക്തിത്വവും അവരുടേതായിട്ടുള്ള കഴിവുള്ള ആൾക്കാരാണ്, സ്റ്റൈലാണ്. ഇപ്പൊ എബിന്റെ സ്റ്റൈൽ വേറെ തന്നെയാണ്. ഇപ്പൊ ഞാൻ എബിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എബിന് വാം ഭയങ്കര ഇഷ്ടമാണ്. വാം ഭയങ്കരമായിട്ട് എല്ലാത്തിലും കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതിപ്പോ ഞാൻ വരുമ്പോ ഞാൻ ആക്ച്വലി എനിക്ക് വാം ഇഷ്ടമില്ലാന്ന് വിചാരിക്കാം. ടു ബി ഫ്രാങ്ക് എനിക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ വാം ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തേനും ഞാൻ വാം നിൽക്കണേ. വാം ഇഷ്ടമില്ലാന്ന് വിചാരിക്കാം എനിക്ക്. ഞാൻ എബിന്റെ അടുത്ത് പറയാണ് ഇതെന്താണ് എബിന് ഫുൾ കൂളാക്കിയേ. അങ്ങനെ ഇപ്പൊ ഞാൻ എബിന്റെ അടുത്ത് തരരുത്. കാരണം എനിക്കൊരു ജഡ്ജ്മെന്റ് വേണമല്ലോ. എബിൻ വാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എബിന്റെ അടുത്ത് കൊടുത്ത ഈ ഒരു ടൈപ്പ് കിട്ടുന്ന പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. പക്ഷെ ഒരു കളറിസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോ എന്റെ സിനിമാറ്റോഗ്രാഫറിന് വാം വേണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരു ഫിസിബിളിലോട്ട് പോകണ്ടേ, എനിക്ക് കൂളാക്കി നിങ്ങളെ ചിലതുണ്ട്. അതായത് ചില ഈ കളറിസ്റ്റിനോട് വർക്ക് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഇത് ഭയങ്കര അലമ്പാണ്, ഇത് ഭയങ്കര അലമ്പാണ്. അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ചില സിനിമാറ്റോഗ്രാഫേഴ്സ് അവരുമായിട്ട് അടിയാക്കിയിട്ട് പോയിട്ടുണ്ട്, അങ്ങനെ പറയുന്നവര്. അവർക്കാണ് ആക്ച്വലി പറയുന്നത്, മനസ്സിലായോ? കാരണം ഇപ്പൊ ഞാനിപ്പോ എന്തായാലും ഒരു കളർ സാധനം തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതെന്തായാലും എബിന്റെ ഉള്ളിലൊരു വിഷൻ ഉണ്ടാവുമല്ലോ. ആ വിഷൻ എന്നെ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു മെയിൻ കഴിവുണ്ട്. അതാണ് ഞാനിപ്പോ എന്റെ ഡയറക്ടറിനോടും ചെയ്യുന്നത്. എന്നെ ഡയറക്ടറിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ പടം എടുക്കുന്നത്. അല്ലാണ്ട് ഓഡിയൻസ് ഇത് കണ്ട് പ്രീതിപ്പെടുക എന്നുള്ളതല്ല എന്റെ. എന്നെ സംബന്ധിച്ച് ഡയറക്ടർ ഓക്കെ വിഷൻ. അതെ, ഇപ്പോൾ ഞങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ഫുട്ടേജ് കൊണ്ട് തന്നിട്ട് എൻ്റെ ഒരു വേർഷൻ ഞാൻ ആദ്യം എന്നിട്ട് സിനിമാറ്റോഗ്രാഫർ വന്നിരുന്നിട്ട് അവരുടെ വിഷനായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ വേറൊന്നിലും കൊടുക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പം ഈ പറയുന്നത് ഞാൻ ഡയറക്ടറിന്റെ ഷോർട്ട് ഡിവിഷനും കേട്ട് എന്റെ ഷോർട്ട് ഡിവിഷൻ ഡയറക്ടറും കേട്ട് ഈ രണ്ടുപേരും കൂടി ക്ലബ് ചെയ്യുന്ന ഷോർട്ട് ഡിവിഷൻ. അതുപോലെ എന്റെ പാലറ്റ് ഞാനൊരു സാധനം കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളർ ഏതൊക്കെയാന്ന് കറക്റ്റ് അറിയാൻ പറ്റും. ഈ കളേഴ്സ് എത്ര കൂട്ടണം എത്ര കുറക്കണം, അതിന്റെ ഹ്യൂ മാറ്റണം, ഈ പറഞ്ഞ പോലെ സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് കളറിസ്റ്റ് ആണ്. സോ അതിന് എനിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ഇന്ന് വന്നാൽ ശരിയാവും. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും സാർ അങ്ങനെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇതാണല്ലോ. അപ്പൊ എന്നെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു 80 ഈ പറഞ്ഞ നേരത്തെ 80-ൽ 20 ആണ് കളറിസ്റ്റ്, 80 സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ ഒരു കളറിസ്റ്റ് അടുത്തേക്ക് വരുമ്പോൾ ഈ 20-ലെ 100% എടുത്തിട്ട് അതാണ്. അപ്പൊ അവിടെ 80% കളറിസ്റ്റും 20% സിനിമാറ്റോഗ്രാഫറിനാണ്. അങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യേണ്ടത്, മനസ്സിലായി? എല്ലാത്തിനും അതിന്റെ 100% ഉണ്ട്. എല്ലാവർക്കും അതിൻ്റെതായിട്ട് ഈ പറഞ്ഞ ആരുടെ ഡിപ്പാർട്ട്മെന്റ് ആണോ, ഇപ്പൊ സൗണ്ട് ഡിസൈനർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവരുടെ 100% നമ്മൾ നോക്കേണ്ടത്. അതിൽ നമുക്ക് 20 മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ അടുത്തേക്ക് പോകരുത്. ഞാൻ പറയുന്ന പോലെ തന്നെ ഫുൾ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അയാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ അതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് തിരിച്ചു തരാൻ പറ്റുന്ന ഒരാളടുത്തായിരിക്കണം പോകേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ എന്റെ അടുത്ത് ഭയങ്കര ലൈറ്റ് അടിച്ച് കയറ്റി ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയും ചേട്ടാ അത് വേണ്ട ചേട്ടാ,
അപ്പൊ ഞാൻ ചിലപ്പോൾ അടിയാവുമായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ ക്യാമറമാൻ അവിടെ അടുത്ത ക്യാമറമാനെ വെക്ക്, മനസ്സിലായില്ലേ? അത് ഓരോ സ്റ്റൈലാണ്, സ്റ്റൈലിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാലോ. ഇപ്പൊ ഞാനിപ്പോ നാളെ ഒരു പടം എന്തായാലും ഡയറക്ട് ചെയ്യും, ഷുവർ. ആ ഒരു പടം ഡയറക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി എന്റെ വിഷൻ വർക്ക് ചെയ്ത ഒരു DOP-നെ ഞാൻ വെക്കുള്ളൂ. ഞാൻ വെറുതെ ഒരു DOP-നെ വേറെ ഏതെങ്കിലും ഒരു DOP-നെ കൊണ്ടുവന്നിട്ട് അവരുടെ ഞാൻ അടികൂടിയിട്ട് എന്ത് കാര്യം? സമാധാനമായി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. ഇന്ന ആള് ഇപ്പൊ ഞാനിപ്പം എന്റെ ഓപ്പറേഷൻ ജാബ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാൾ വിളിക്കുകയാണ്, ഇപ്പം എനിക്ക് നിങ്ങളെ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനത്തെ ഒരു പടം ഉദ്ദേശിച്ചു. ഓക്കെ, കറക്റ്റാണ്. കാരണം അവർ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച പടമാണ് ഓപ്പറേഷൻ ജാവ, അപ്പൊ അതനുസരിച്ചുള്ള DOP അപ്പൊ കിട്ടി, ഓക്കെ, ഫിക്സ്ഡ്. അതുപോലെ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മളൊരു കണ്ടിഷ്ടപ്പെടുമ്പോൾ അതിൽ കൂടുതൽ പ്രതീക്ഷ എടുക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ട് ഓരോരുത്തരുടെ സ്റ്റൈല് മനസ്സിലാക്കി അവർക്ക് വർക്ക് കൊടുത്താൽ ബെസ്റ്റ് ഔട്ട്. എബിന്റെ കൂടെ ഞാൻ ഒരു 10 ദിവസം നിൽക്കുന്നു, ഞാൻ വല്ല എബിനെ എന്റെ ട്രാക്കിലേക്ക് കൊണ്ട് എബിനെ അത് നമുക്ക് കൂള് പിടിക്കാതെ, അപ്പൊ എബിൻ ചിലപ്പം അങ്ങനെ കൊണ്ടുവരും. അപ്പൊ പക്ഷെ എബിൻ ആ കൂളിന്റെ ഏറ്റവും നല്ല വേർഷൻ ആയിരിക്കും എനിക്ക് തരാൻ പോകണല്ലേ, അല്ലാണ്ട് ഒരിക്കലും വെറുതെ വാമെടുത്ത് കൂളാക്കി ചിലപ്പോ വാമും കൂടെ ബ്ലെൻഡ് ചെയ്തൊരു സാധനം കിട്ടും. നമ്മളൊരു അടി ഉണ്ടാക്കിയോ അതിനൊരു പുതിയ സൊല്യൂഷൻ ക്രിയേറ്റ് ഉണ്ടാവും, സൊല്യൂഷൻ ഉണ്ടാവും എന്തായാലും. അപ്പൊ നമ്മൾ സംസാരിച്ച് കുറെ ടൈം പോയതറിഞ്ഞില്ല. അപ്പോ ഫായിക്ക ഇവിടെ നമ്മൾ നിർത്തുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫായിക്കായിട്ട് കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്.